ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് തരം വെറൈറ്റി പായസങ്ങളുണ്ട്. ഇതും വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ബെല്ലൈക്കൺ കാണും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് സാഗോ റൈസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ സാഗോ റൈസാണ്. വലുതുണ്ടെങ്കിൽ വലുതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 20 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പായസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുണ്ടെങ്കിൽ ഇതന്നെ മാക്സിമം എടുക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ പിന്നെ ചെറുത് മേടിക്കാൻ കിട്ടുമല്ലോ നമുക്ക്, അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് മൾട്ടായിട്ട് വരുമ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത സേമിയ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ്. 2-3 മിനിറ്റോളം വറുത്തെടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. തീ കൂടരുത് കേട്ടോ. ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ സേമിയ കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് പാല് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പാക്കറ്റിൻ്റെ പാലിൻ്റെ കണക്കാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 3 പാക്കറ്റ് പാല് ഞാനിത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ ഫ്ലെയിം വെക്കുക. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ച സാഗോ റൈസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ പാലിലാണ് സാഗോ റൈസ് വേവിക്കുന്നത്. അപ്പോൾ ചെറിയ സാഗോ റൈസ് ആണെങ്കിൽ ഒരു 20 മിനിറ്റോളം തിളപ്പിച്ചാൽ തന്നെ അത് വേവായിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ പായസത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഷുഗറും കൂടി ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു പായസത്തിന് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതില്ലാതെയാണ് നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുകയാണ്. നമ്മുടെ സാഗോ റൈസ് വേവായിട്ട് വരണം. അപ്പോൾ നമ്മുടെ പാലും സാഗോ റൈസൊക്കെ നന്നായി തിളച്ചിട്ട് ഇതാ നമ്മുടെ സാഗോ റൈസ് 1/4 ഭാഗം വേവായി വന്നിട്ടുണ്ട്. ഇതുപോലെ ബബിൾസ് ആയിട്ട് ഇങ്ങനെ പൊന്തി കിടക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് 1/4 ഭാഗം വേവായി എന്നുള്ളത്. ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കുന്നത്. ഈ ചെറിയ സേമിയ ആയ കാരണം ഇത് പെട്ടെന്ന് തന്നെ ഒരു തിള വരുമ്പോഴേക്കും ഇത് വേവായിട്ട് വരും. കാരണം തിന്നായിട്ടുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ 1/4 ഭാഗത്തോളം നമ്മുടെ സാഗോ റൈസ് വേവിക്കുന്നത്. അപ്പോൾ ഒരു തിള വരുമ്പോഴേക്കും രണ്ടും സെയിം വേവായിട്ട് വരും. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ മധുരം കുറവായിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു കപ്പും കൂടി ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിനുള്ള മധുരമാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമുക്കിത് ഫ്ലേവറിന് വേണ്ടിയിട്ട് വേറൊരു സംഭവമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് മാത്രമാണ് കേട്ടോ ഏലക്കായുടെ പൊടി ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു സംഭവം ഇതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പം ഞാൻ വേറൊരു സംഭവം എന്ന് പറഞ്ഞത് ഇതാണ്. 1 കപ്പ് നേരിയ ചൂടുള്ള പാൽ കേട്ടോ. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റാർഡ് പൗഡർ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഷുഗർ ഉള്ളതാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഇതാ നമ്മുടെ സാഗോ റൈസും നമ്മുടെ സേമിയൊക്കെ അടിപൊളിയായിട്ട് വേവായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല കൺസിസ്റ്റൻസിയാണ് ഇതിന്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മൾ കലക്കിയെടുത്ത കസ്റ്റാർഡ് പൗഡർ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ മിക്സ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം ഇത് വേഗം തന്നെ തിക്കായിട്ട് വരും. അപ്പോൾ നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനും. അപ്പോൾ ഞാനത് 2 ടേബിൾ സ്പൂണോളം ചേർത്തത് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ഈ ഒരു പായസത്തിന് നമ്മുടെ കസ്റ്റാർഡിൻ്റെ ടേസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒരു ഫ്ലേവറും കൂടി ഇതിൽ വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്കിത് കട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചൂടുള്ള പാല് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ ഇത്തവണത്തെ പെരുന്നാളിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ സാഗോ റൈസും കൂടി കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയും പായസമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കമൻസും അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.